ഞാനിപ്പോൾ ഉള്ളത് ഇറ്റലിയിലെ സലേർണോ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ്. ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് സലേർണോയിലെ ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ലൈറ്റ്സും ക്രിസ്മസ് മാർക്കറ്റും ഒക്കെയാണ്. പിന്നെ ഈ ടൗണിലൂടെ നടന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ കുറച്ച് നിമിഷങ്ങളും. ക്രിസ്മസ് ആകുമ്പോഴേക്കും പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസാണ് സലേർണോ. എന്തിനാണെന്നല്ലേ? ഈ ലൈറ്റ്സ് കാണാൻ വേണ്ടി. ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു വ്ളോഗല്ല, പകരം സലേർണോയിലെ ലൈറ്റ്സും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. നമ്മളെപ്പോലെയുള്ള ഒരു ടൂറിസ്റ്റിന് ഇത് വെറും ലൈറ്റ്സും ഡെക്കറേഷൻസും മാത്രമാണ്. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊരു ആഘോഷമാണ്. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മയുടെ പ്രതീകമാണ് സലേർണോയിലെ ആളുകൾക്ക് ഈ ലൈറ്റ്സും ഡെക്കറേഷനും എല്ലാം. സമയം ഇപ്പോൾ 9 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങള് നൈസിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. അപ്പോൾ നമ്മുടെ സലേർണോയുടെ ഇവിടുത്തെ ഉള്ള മെയിൻ ആയിട്ടുള്ള സ്ട്രീറ്റിന്റെ ഇതിൽ കൂടെയാണ് നടക്കാനായിട്ട്. ഇവിടെ ഫുള്ള് അപ്പുറമുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ഷോപ്പുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, കഫറ്റേരിയസ്, അങ്ങനെയുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് സൈഡുകളിൽ ഫുള്ള്. അതുപോലെ ഇവിടെ ഒരേ ഒരു മാക്ഡോണൾസ് ഉള്ളൂ. സലേർണോയിൽ ആകപ്പാട് ഒറ്റയ്ക്ക് ഒരു മാക്ഡോണൾസ് ഉള്ളത് അവിടെ പുറകില്ല. ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഞാൻ അതുവഴി റിട്ടേൺ നടന്നു വരും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞങ്ങളത് കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് ലൈറ്റുകളാണ്. എല്ലാ ആൾക്കാരും ഇത് ഡിസംബർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സലേർണോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വന്ന് കാണേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റാണ്. ലൈറ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. എല്ലായിടത്തും ഡെക്കറേഷൻസ് എന്ന് വെച്ചാൽ ഗംഭീരമായിട്ടുള്ള ലൈറ്റിങ്സ് കാര്യങ്ങളാണ് എല്ലായിടത്തും. റെസ്റ്റോറന്റുകളുടെ മുമ്പിലും വീടുകളുടെ ഇതിലും അതുപോലെ ഇടയിലുള്ള സലേർണോയുടെ ഇടയ്ക്കടെ ഇതിൽ പോകുന്ന വഴികളുടെ ഇടയ്ക്കടെ ഒക്കെ ലൈറ്റാണ്. അപ്പോൾ ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകണം ഇവിടുത്തെ ലൈറ്റുകളിലേക്കാണ്. ഓക്കെ, ഈ ലൈറ്റിന്റെ കാഴ്ചകളിലായിട്ടാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകാൻ. ഇനി ഫുള്ള് ലൈറ്റ്സ് ആണ്, ആ കാഴ്ചകൾ മാത്രം. നടന്ന് ഇവിടെ ഇപ്പൊ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സലേർണോയിലെ ഡൂമോ കത്തീഡ്രൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പള്ളിയുണ്ട് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഒരു ചെറിയ ഡോമും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ലൈറ്റൊക്കെ ആയിട്ട്. അതിന്റെ ഉള്ളിൽ ഒക്കെ കയറി ഫുള്ളും നടക്കണം. അടിപൊളിയാണ്, രക്ഷയില്ല. അത് ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ട്. ഇങ്ങോട്ടേക്ക് നമുക്ക് ആദ്യം കയറാം. രക്ഷയില്ല മോനെ, രക്ഷയില്ല എന്ന് പറഞ്ഞ രക്ഷയില്ല. ഇതാണ് കാണണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിക്കടവാ കംപ്ലീറ്റ് ലൈറ്റ്സ് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി ഇതൊക്കെ. അപ്പൊ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാം ഫ്രീ ആണ്. കാരണം ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ ലൈറ്റും കാര്യങ്ങളെല്ലാം എപ്പോഴും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആളുകൾക്ക് വളരെ കൗതുകമുള്ളൊരു സംഭവമാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല ഇതിന് വേണ്ടി ചാർജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഷേപ്പുകളിലായിട്ട് ഇതുപോലെ ലൈറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിൻ്റെ ഉണ്ട്, അതുപോലെ മൊയലിൻ്റെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഷേപ്സിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ മരങ്ങളുടെ മുകളിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഫുള്ളും മരങ്ങളുടെ മുകളിലും ഈ സംഭവമാണ്. ലൈറ്റുകളാണ്. നല്ല രസമല്ലേ, അടിപൊളി. ഞങ്ങളും ഇവിടെ ഈ ഒരു ഏരിയ മാത്രമല്ല കേട്ടോ ലൈറ്റ്സ് ഉള്ളത്. ലൈറ്റ് കാണണമെങ്കിൽ വേറെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേട്ടും ഇതിൻ്റെ ഉള്ളിട്ട് എവിടെ ചെന്നാലും സലേർണോ എവിടെ നോക്കിയാലും ലൈറ്റാണ് എല്ലാ ഭാഗത്തും. ഇത് ഇവിടെ ഒരു മരത്തിന്റെ മുകളിൽ ഒരു ലിസാർഡിന്റെ പോലെ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. ഓരോ ആനിമൽസിന്റെ അങ്ങനെയൊക്കെ രീതിയിൽ സെറ്റ് ചെയ്തേക്കണം. ആനിമൽസ് മാത്രമല്ല കേട്ടോ. അതെ, അത് ഇവിടെ മാനിന്റെ ഉണ്ടാവൂല, ഇവിടെ എവിടെയെങ്കിലും കാണൂല. മാനിന്റെ മുകളിലൊക്കെ ഒക്കെ ഉണ്ട് കംപ്ലീറ്റ്. പക്ഷെ ഈ സംഭവം പകല് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാർക്ക് നമ്മളിവിടെ വന്ന സമയത്ത് ഞാൻ ഈ പ്രൊമനേഡിന്റെ ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൽ കൂടെ പാസ്സായിരുന്നു. പക്ഷെ അന്നേരം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത പോലുമില്ല. ഇങ്ങനെ ഒരു സംഗതി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ലൈറ്റ്സ് ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ ലൈറ്റ് ചെയ്തു. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു സംഭവം കാണാനും അല്ലെങ്കിൽ ഇത് കണ്ട് ആസ്വദിക്കാനും ആളുകളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെന്നാ ആൾക്കാർ വന്നേന്ന് നമുക്ക് മനസ്സിലാവില്ല, അത്രയും ആളുകളാണ് ഇതിൻ്റെ ഉള്ളിൽ.
എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്മസിന്റെ സമയത്ത് റോമനിലേക്കാൾ കൂടുതൽ ടൂറിസ്റ്റ് ഇവിടെ നടക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്, സത്യം പറഞ്ഞാൽ. അല്ല, അത്രയും ആൾക്കാരില്ല ഇവിടെ, നമ്മൾ വിചാരിക്കണേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. എന്തോരം ആൾക്കാരാന്നറിയോ, എന്തോരം ആൾക്കാരാണെന്നും ഫോട്ടോ എടുക്കുന്നല്ലേ. എല്ലാവരും ഫോട്ടോ വൈബ്സ് ആണ്. ഞങ്ങളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പക്ഷെ ഞങ്ങൾ ഈ പാർക്കിലെ കാഴ്ചകളും കാര്യങ്ങളും കണ്ടിട്ട് ഇറങ്ങി. ഇനി ഇതൊന്നും അല്ല, വേറെ കിഡിലൻ ലൈറ്റ്സിന്റെ വ്യൂസ് കാണാനുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാട്ടോ പോണേ. സോ ഗൈസ്, നമ്മള് ഇനി നേരെ ഇതുപോലുള്ള കുഞ്ഞി സ്ട്രീറ്റ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് അതിന്റെ ഉള്ളിലുള്ള ലൈറ്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ പോണേ. എന്റെ മോനെ, ഇതാ അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും ഇവരെല്ലാവരും നല്ല ഒത്തിരിമേലാന്ന് തോന്നുന്നു. എല്ലാവരും തമ്മിൽ ലൈറ്റുകൾ, ഓരോ വീടുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയാണ് ലൈറ്റുകളെല്ലാം തമ്മിൽ ടൈപ്പ് ചെയ്തേക്കണേ. കണ്ടില്ലേ? ഇതുപോലെ ഈ സ്ട്രീറ്റ്സിന്റെ ഉള്ളിൽ നടക്കാൻ ഭയങ്കര രസമാണ് ഇങ്ങനെ ഈ ലൈറ്റ്സും കൂടെ ഉള്ള സമയത്ത്. ഒട്ടുക്കത്തെ ഒരു ഫീലിംഗ് ആണ്. എന്റെ മോനെ, ഈ ലൈറ്റ്സ് പോണ നോക്കിക്ക് എവിടെ തൊട്ട് എങ്ങോട്ടേക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ടാ. മൂഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കൂടുതലും കംപ്ലീറ്റ് കാഴ്ചകളായിരിക്കും കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ കൂടെ സംസാരിച്ച് ഒരുപാട് അതിൽ ബോറാക്കാനുള്ള ഒരു കണ്ടീഷനിലെത്തിക്കില്ല. ഞാൻ എന്താണ് കാണുന്നത് അതേ കാഴ്ച തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം അത്രയും ഉണ്ട് കാണാനായിട്ട്. കാരണം നമുക്ക് സംസാരിച്ച് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ, ഈ ലൈറ്റ്സ് കാണണമെങ്കിൽ ഈ ഒരു കാഴ്ച ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ വീഡിയോയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആ സ്ട്രീറ്റിന്റെ ഉള്ളിൽ കൂടെ നടന്ന് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പ്യാച്ചയുടെ ഇവിടെ എത്തി. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും മേളിലായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. കംപ്ലീറ്റ് ലൈറ്റുകൾ എന്ന് വെച്ചാൽ വേറെ ഇതിലൊന്നും നമ്മൾ കാണണ്ട. നമ്മളെ എങ്ങനെ നടന്നാലും നമ്മൾ മേളിലായിട്ട് നോക്കി പോകും. അത്രയും ലൈറ്റ്സ് ഇട്ടിട്ട് സെറ്റാക്കി ഇട്ടേക്കുവാണ് എല്ലാ ഏരിയയിലും, എല്ലാ കോർണറിൽ കൂടെ. അപ്പോൾ ഈ ഓരോ സ്ട്രീറ്റ്സിൻ്റെ ഇടയിലും മൊത്തം ഇതുപോലെ പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സും അതുപോലെ ചെറിയ ചെറിയ ബാറുകൾ, കബാബ് കടകൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. എല്ലാ മൂലയുടെ സംഭവമാണ്. അപ്പം ഇപ്പോൾ ഈ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. കുറച്ച് വേസ്റ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ആയിട്ട് അല്ലേ. ടൂറിസ്റ്റുകൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ, സ്വാഭാവികമായും. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കിയിട്ടുണ്ടെങ്കിൽ റോമിനേക്കാളും എന്തുകൊണ്ടും നീക്കസിൻ്റെ കാര്യത്തിൽ 10 തന്നെ കൊടുക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു കാര്യത്തിൽ റോം വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുവാണ് ഗൈസ്. നമ്മൾ ആ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ പോയിട്ട് കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു സൊവിനിയർ ഷോപ്പിൽ കയറി. സൊവിനിയർ ഷോപ്പിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സൊവിനിയർ വാങ്ങിച്ച് എന്നിട്ട് റിട്ടേൺ പിന്നെ ഈ സ്ട്രീറ്റുകളുടെ ഉള്ളിൽ കൂടെ നടക്കുവാണ്. മൊത്തം ലൈറ്റാണ്, എവിടെ നോക്കി കഴിഞ്ഞാലും ലൈറ്റാണ്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 10:45 എന്നിട്ടും ടൂറിസ്റ്റുകളാണ് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും.
നമ്മൾ നടന്ന് സലേർണോയിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് സലേർണോയിലെ മെയിൻ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ക്രിസ്മസ് ട്രീ ആദ്യം കണ്ടതാണ്, പക്ഷേ ഞങ്ങൾ അന്നേരം വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇത്രയും ഭംഗിയില്ലായിരുന്നു. അപ്പോൾ അന്നേരം വെളിച്ചമുള്ള സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് ഫുള്ളെല്ലാം കണ്ട് റിട്ടേൺ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഈ ക്രിസ്മസ് ട്രീ നല്ല സെറ്റായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. കണ്ട ഹാട്ടി പൊളി, എന്ത് വലിയ ക്രിസ്മസ് ട്രീ നോക്കുക. അതിനും താഴെ നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിങ്ങൾ നോക്കുക. വത്തിക്കാനിലെ ക്രിസ്മസ് ട്രീനേക്കാളും വലിയതാണെന്ന് എനിക്ക് തോന്നണേ, അതിലും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നണേ. അപ്പം നമ്മൾ ഈ ക്രിസ്മസ് ട്രീയും കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സലേർണോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഇതാട്ടോ. ഈ കാണുന്ന സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആടുന്ന ബലൂണല്ല, ഈ ഇവിടെ മേളിൽ കാണുന്ന സംഭവം. നാട്ടിലെ അമ്പലത്തിന്റെ സൈഡൊക്കെ ഓർമ്മയൊന്നുമില്ല. ഈ മേളിൽ കാണുന്ന ലൈറ്റ്സ് ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എനിക്ക് ഏറ്റവും ഇഷ്ടതും. സലേർണോയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണണമെന്നും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് ഉള്ള ഒരു ലൈറ്റ്സ് ഈ കാണുന്ന ലൈറ്റാണ് കേട്ടോ. ഇതുപോലെ മേളിൽ ഇത് അങ്ങറ്റം വരെ കേട്ടോ, അങ്ങറ്റത്തൊക്കെ ചെന്ന് നോക്കിയിട്ടില്ലേ കൂടി കിടക്കണ കാണാൻ കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്, ഇഷ്ടം പോലെയാണ് ലൈറ്റ്സ്. അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിൽ കൂടെ നടന്നോണ്ടിരിക്കണേ, നൈസാണ് ഈ സംഭവം. നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പൊ ഇത് കംപ്ലീറ്റ് ഓൾഡ് സലേർണോയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കംപ്ലീറ്റ് ഇവിടെ ഒരുപാട് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാളിലും രണ്ട് സൈഡിലും ഫുള്ള് ഡ്രോയിങ്സ് ആണ്. എൻ്റെ മോനെ അതിൻ്റെ ഇടയിൽ ഈ നൈസ് വാമ് ലൈറ്റ് ഒരു രക്ഷയില്ല, പൊളി സാധനം അല്ലേ. രണ്ട് സൈഡിലും ഡ്രോയിങ്സ് ആണ്. പണ്ടത്തെ ഇവിടുത്തെ ആ ഒരു കോസ്റ്റൽ ലൈനിൻ്റെയും ആ ഒരു മലഞ്ചെരിവും കടലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പല പിക്ചറുകളും എന്താ പറയുക ലാൻഡ്സ്കേപ്സ് ഒക്കെ പടങ്ങളാക്കി പിക്ചറാക്കി ഇവിടെ വരച്ച് വെച്ചേക്കുന്ന ചെറിയൊരു ഇടവഴി. എൻ്റെ മോനെ മൂഡ് രക്ഷയില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ ഇതല്ലാതെ ഞാൻ വേറെ ഈ ഡൗൺ ടൗൺ മൊത്തം കറങ്ങുന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ ഇതൊക്കെല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ ഞാൻ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും വേറൊരു വീഡിയോയിലൂടെ. ഓക്കെ, സ്ഥലത്തെ ക്രിസ്മസ് മാർക്കറ്റിലാട്ടോ. അപ്പം ഇവിടെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ അപ്പുറത്തെ സൈഡ് കടലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ സൈഡിലാണ് ഇവിടെ ക്രിസ്മസിന് ഇവർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഒരുപാട് സ്റ്റോളുകളും കാര്യങ്ങളും സ്വീറ്റ്സിൻ്റെയും അതല്ലാതെ മറ്റ് അല്ലറ ചില്ലറ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെയുള്ള സീ ഫുഡ് വെറൈറ്റി അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസിൻ്റെ ഒക്കെ കടകളും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്, സ്റ്റാളുകൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ കുറേ യൂണീക്കായിട്ടുള്ള എന്താ പറയുക ഈ സീ റിലേറ്റഡ് ആയിട്ടുള്ള കടൽ റിലേറ്റഡ് ആയിട്ടുള്ള സോവിനിയർ സാധനങ്ങൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ക്ലോസർ ആയിട്ടുള്ള കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതൊക്കെ ചോക്ലേറ്റ്സിൻ്റെ കുറേ വെറൈറ്റി. നമ്മൾ കഴിഞ്ഞ വട്ടം ഇതുപോലെ തിവോളിയിൽ ഒരു വട്ടം പോയപ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് ക്രിസ്മസ് ആയിട്ടുണ്ടായിരുന്നില്ല, അതിന് മുന്നത്തെ ആ ടൈമിൽ ഇതുപോലെ കുറേ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അന്നെന്തോ അവരുടെ ചോക്കോ ഇറ്റാലിയ ഫെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള കുറേ സ്റ്റാളുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. അതേ ഷേപ്പിൽ തടി കൊണ്ടുണ്ടാക്കിയിട്ട് ഇവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് കുറേ ടൈപ്പ് സ്റ്റാൾസ്. അപ്പോൾ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ഇവിടെ ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഒത്തിരി സാധനം സോവിനിയേഴ്സാണ് ഏറ്റവും കൂടുതൽ. പിന്നെ എന്ത് സാധനം സ്കാർഫാണ് എന്താണെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ നമ്മുടെ ചോക്ലേറ്റ്, നമ്മുടെ നട്ട്സിൻ്റെ അതിൻ്റെ മറ്റതിൻ്റെ മറിച്ചിൻ്റെ ഒക്കെ ബാറുകൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടെ നടക്കണേ. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് സീ ഫുഡ് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു സ്റ്റോളും ഒന്നും കണ്ടിട്ടില്ല. തപ്പി തിരഞ്ഞ് നടക്കുവാണ്. അതല്ലാതെ വേറെ പല നമ്മൾ നേരത്തെ ഇതിനു മുന്നേ പല മാർക്കറ്റും കണ്ടിട്ടുണ്ട്, അവിടെ ഒന്നും ഇല്ലാത്ത വേറെ പല സാധനങ്ങളും ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. കണ്ടില്ല, ഇതൊക്കെ എനിക്ക് സാധനമാണ് ഒരു പിടിയില്ല. സോവിനിയേഴ്സാണ്, അതായത് ഹാൻഡ് മെയ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ വൗളിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള സോവിനിയേഴ്സൊക്കെ ഫുള്ള് സ്റ്റോണുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തേക്കണം. കംപ്ലീറ്റ് ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടെയുള്ള ആൾക്കാരില്ല, എല്ലാവരും പലയിടത്തുനിന്നും വന്നേക്കണേണ് കാണാൻ വേണ്ടിയിട്ട്. ഇതെന്ത് സംഭവം ഇവിടെ solo calamari? ഓക്കെ ശരി. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണേ കേട്ടോ. ഈ ഒക്ടപ്പസില്ലേ, നമ്മുടെ ഒക്ടപ്പസിൻ്റെ ചെറിയ ഒക്ടപ്പസിനെ ഫ്രൈ ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും. ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, അപ്പോൾ ആ സ്റ്റോളിൽ കിട്ടി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കോ ഞങ്ങൾ. ആളവിടെ അത് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. അതെ പുള്ളി അത് കുറച്ച് പീസ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അത് മറ്റേ ഫ്രയറല്ലേ അത്?
എന്താ ഇതാണ് സാധനം. Però dici che ne passa la pena, dici? Ma non fa fritti però, va? Limone? Sì, grazie. അടിപൊളി, നല്ല സെറ്റായിട്ട് നമ്മുടെ മാരിനോ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗ്രാzie. ചൂടുണ്ടോ? കയ്യിൽ ചടണ്ടോ ഒക്കെ? അങ്ങനെ un'altra cattina എനിക്ക് un'altra cattina അല്ലെങ്കിൽ മറ്റേ ഉണ്ടോ? Grazie. ഗ്രാzie. Buona serata, andiamo. ഗ്രാzie. എവിടെ ഇരിക്കണേ? അങ്ങനെ ഞങ്ങൾ ഒക്ടോപ്പസ് ഫ്രൈ കഴിക്കാൻ പോണ സുഹൃത്തുക്കളെ. ഒക്ടോപ്പസ് അല്ല, സ്ക്വിഡ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. എന്താ കൈ ചാടിപ്പോല്ലേ? സ്ക്വിഡ്. അപ്പോൾ നമ്മൾ ഒക്ടോപ്പസ് ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ആകെ പണി കളിപ്പോയി. നമുക്ക് കിട്ടിയത് മറ്റേ സ്ക്വിഡിൻ്റെ ഫ്രൈ ആണ്. അപ്പം ഒക്ടോപ്പസ് ഉണ്ടാവുന്നുള്ള രീതിയിൽ പക്ഷേ സാധനം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സ്ക്വിഡിൻ്റെ ഫ്രൈ കിട്ടി. കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ സ്ക്വിഡിൻ്റെ ഇറച്ചി ഇവിടുന്ന് സീ ഫുഡായിട്ട് കഴിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഞങ്ങൾ സീ ഫുഡിന് ഭയങ്കര വലിയ എക്സ്പെക്ടേഷനിൽ കുറേ സാധനം അതും ഇതൊക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും സീ ഫുഡ് പ്രോപ്പറായിട്ട് കിട്ടുന്നൊരു സ്ഥലം കറക്റ്റായിട്ട് ഒന്നും കണ്ടില്ല അല്ലേ. നമ്മൾക്ക് ഒരുപാട് ഗൂഗിളിൽ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല. കഴിച്ചേ എങ്ങനെയുണ്ട് നോക്കട്ടെ. നോക്കി അടിപൊളി. അപ്പം ചൂടാണേ. ഓ ഇനി ചോദിക്കാൻ പറ്റില്ല, ഓൾറെഡി ഞാൻ തന്നില്ല. ഇനി എങ്ങനെയാ ചോദിക്കണേ? എങ്ങനെയുണ്ട് സാധനം? കൊള്ളാവോ? ഒരു മിനിറ്റ്. കുറച്ചുകൂടെ വേവണാകും. ഇത് വെന്തിട്ടില്ലെന്നു. ഇതാണ് നമ്മുടെ സാധനം. തലമാരി നമുക്ക് മനസ്സിലായി. സ്ക്വിഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്താ കണവാന്ന് പറയോ? കണവയല്ലോ, കണവാന്നാണോ പറയണേ? കണവാന്ന് അങ്ങനെ എന്തോ പറയണേ. എന്താണ് കറക്റ്റ് എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ കുരുകുരാന്ന് പീസ് ഇത് വട്ടത്തിൽ ഇതുപോലെ ആക്കിയിട്ട് വറക്കണ ഈ സാധനമില്ലേ, ആ സാധനമാണിത്. സ്ക്വിഡ്. ഒറ്റ മലയാളത്തിൽ ഒറ്റ വാക്കിൽ സ്ക്വിഡ്. അതാണ് സാധനം. ഓക്കെ, അതെ ഇതാണ് സാധനം. ഇച്ചിരി നമ്മുടെ എന്തെങ്കിലുമൊക്കെ പൊടിയാ സോസും കൂടെ ഉണ്ടായിരുന്നു. ആ ബാർബിക്യൂ സോസ് ഒക്കെ ഉണ്ടാകുന്ന അടിപൊളിയാണ്. പക്ഷെ ഇതൊന്നുമില്ല, ഇത് ഇവര് ഈ രീതിയിലാണ് ഫുഡ് കഴിക്കണം. എന്ന് വെച്ചാൽ വേറെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് മീൻ ഇതുപോലെ പുഴുങ്ങും, അത് വറക്കും. യോഗട്ടൊക്കെ പോലെ തന്നെ. യോഗട്ടൊക്കെ പോലെ തന്നെ. ഗ്രീക്ക് യോഗട്ടായിരിക്കും. അതാണ് എന്തായാലും സാധനം കൊള്ളാം. പക്ഷെ ഒരു ഇച്ചിരി കൂടെ വേവണായിരുന്നു എനിക്ക് തോന്നണ സാധനം. അങ്ങനെ എനിക്ക് തോന്നണത്. ഞങ്ങൾ സാധനം കഴിച്ചു, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് മാർക്കറ്റും സംഭവങ്ങളും ഈ കാണുന്ന സ്റ്റാളുകളെല്ലാം ഇപ്പോൾ ഇവർ ഇട്ടേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞായിരുന്നു, നമ്മൾ സലേർണോയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉള്ള ഈ കടലിനോട് ചേർന്നുള്ള ഈ പ്രൊമനേഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രൊമനേഡിലാണ് ഈ കാണുന്ന സ്റ്റാളും കാര്യങ്ങളെല്ലാം തന്നെ ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നല്ല, ഒരു ചെറിയൊരു പോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പുറത്തായിട്ട് ഫുൾ ഇതുപോലെ സ്റ്റാളുകളും കാര്യങ്ങളാണ് കണ്ടല്ലേ. ഫുള്ള് എല്ലാം അങ്ങ് നീളത്തേക്ക് ഇട്ടേക്കണം. അത് പലതരത്തിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലത് ഇതുപോലെ ലോക്കൽ സീ ഫുഡ്സും അതുപോലെ പല രീതികൾ കൊടുക്കുന്നുണ്ട്. ചിലത് ചോക്ലേറ്റ് പോലത്തെ മറ്റേ മധുര പലഹാരങ്ങൾ പോലത്തെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ മറ്റ് പല തരത്തിലുള്ള ബാഗ്സിൻ്റെ ചെറിയ ചെറിയ ഹാൻഡ് മെയ്ഡ് ബാഗുകളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള പല ഐറ്റംസും, സൊവനിയേഴ്സ്, ഓർണമെന്റ്സ് പോലത്തെ ഐറ്റംസ് ഉണ്ട്. എല്ലാം ഹാൻഡ് മെയ്ഡ്, ഇവർ തന്നെ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവരിവിടെ ഡിസ്പ്ലേക്കും മറ്റു പല കാര്യങ്ങൾക്കും ഇവിടെ വെച്ചിട്ടുമുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങിയിട്ട് പോകാം എന്നുള്ള രീതിയിൽ. മാത്രമല്ല ആളുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ റോമിലൊന്നും കണ്ട പോലത്തെ ഒരു കണ്ടീഷനേ അല്ല. ആൾക്കാരൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും നന്നായിട്ട് നമ്മളോട് ഇടപെടും, സംസാരിക്കും. നമ്മളെ കാണുമ്പോൾ മാറിയൊക്കെ അങ്ങനത്തെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംഭവമില്ല. അപ്പോൾ അത് എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ പലയിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല മലയാളികളെ കണ്ടു. പക്ഷെ നമുക്ക് പേഴ്സണലി അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാനും പോയിട്ടില്ല. ജസ്റ്റ് ഒരു പുഞ്ചിരി മാത്രം തൂക്കിക്കൊണ്ട് ചാവ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നില്ല. അപ്പം
ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കലമായി ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ അവിടെ ഈ പറഞ്ഞ പോലെ ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ റിട്ടേൺ ഇനി റൂമിലോട്ട് പോവാം അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഒരു ബോട്ടിൽ വെള്ളം എന്തെങ്കിലും മേടിക്കാൻ ഒരു ബാറിൽ കയറുക. കാണിച്ചതൊക്കെ ഇതാണ് ബാറ്. വെള്ളം ഉണ്ടോ ചോദിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ വെള്ളം മേടിച്ചിട്ട് ഇനി ഇവിടെ നേരെ റൂമിലോട്ട്. ഈ ബാറിൻ്റെ പുറകുവശത്തെ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ നേരെ റൂമിലോട്ടാണ് അടുത്ത് നടന്ന് എല്ലാ കാഴ്ചകളും കണ്ട് ഇവിടെ വെള്ളം എടുക്കുന്നു. നേരെ റൂമിലേക്ക്. നമ്മുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ റൂമിൽ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് താഴത്തേക്കുള്ള വ്യൂ ഉണ്ട്, അത് എനിക്ക് കാണിച്ചു തരാം. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ മേടിച്ച് ഇനി നേരെ ഞങ്ങൾ റൂമിലേട്ടാണ് അടുത്ത്. ഓൾമോസ്റ്റ് മൊത്തം നടന്ന് കാണാനുള്ള ഫുള്ള് കണ്ടിട്ടുണ്ട്. നന്നായിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ലൈറ്റ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. കിട്ടിയില്ല വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇപ്പോൾ നമ്മൾ കയറി ബാറിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. അപ്പം ഇനി ഹോട്ടലിൻ്റെ മേളിൽ ചെന്നിട്ട് ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ഉണ്ട്. അത് ഫുള്ള് ലൈറ്റ്സ് കാണാൻ പറ്റുന്ന വ്യൂ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇതാട്ടോ നമ്മുടെ ബാൽക്കണിയൊക്കെ നല്ല വിശദമായിട്ട് ഞാൻ നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നുള്ള ലൈറ്റ്സിൻ്റെ വ്യൂ കാണാമെന്നുള്ളതാണ് നിങ്ങളോട് ആദ്യം പറയാം. കണ്ടോ, അടിപൊളി കണ്ടില്ലേ? ഈ ലൈറ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഈ ലൈറ്റ് ഫുള്ള് നമുക്കിത് ഇവിടെയൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ബാൽക്കണി നമ്മൾ ആക്ച്വലി ശരിക്കും CB ഉള്ള റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് CB ഉള്ള റൂം കിട്ടിയില്ല. അപ്പം ഈ ഒരു പോർഷൻ്റെ അപ്പുറത്തെ സൈഡാണ് C ഉള്ള വ്യൂ. അപ്പം നമുക്ക് ഈ ഒരു പോർഷനെ കിട്ടി. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വ്യൂസ് കിട്ടും. എനിവേ CB കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ലൈറ്റ്സിൻ്റെ വ്യൂ എന്തായാലും കാര്യങ്ങളും കിട്ടി. കുഴപ്പമില്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് എന്തായാലും ആ കാര്യത്തിൽ. ഓക്കെ, ഉണ്ടാവും അടിപൊളി. അപ്പം ഇനി നേരെ കിടക്കാനുള്ള പരിപാടി. ഫുൾ കംപ്ലീറ്റ് ടയർഡായി ഗൈസ്. ഒന്നുമില്ല, നേരെ ഉറക്കം. ഇവിടെ ഒന്ന് പാണ്ടിപ്പുറ സിനിമയെ കിട്ടിയേക്കുക ഇവിടെ. അപ്പോൾ ഇനി നേരെ ഉറക്കത്തിലേക്ക് പോവാണ് ഗൈസ്. അൽ ഉറക്കേഷ്. ബൈ, നാളെ കാണാം.